സന്ദേശ് ഖാലിയിൽ ഷാജഹാൻ ഷെയ്ഖ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് അറസ്റ്റിലായ ഒരു സാഹചര്യമുണ്ട്. വലിയ വിവാദമാണ്. നമുക്കറിയാം ആ സംഭവം രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം. ഒരു മാസത്തോളം ഇയാൾ ഒളിവിലായിരുന്നു, ഇപ്പോൾ പിടിയിലായിരിക്കുന്നു അല്ലേ? തീർച്ചയായും മനു, അതായത് ബംഗാളിൽ കുറച്ചധികം ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ഈ ഷാജഹാൻ ഷെയ്ഖ് എന്നുള്ളത്. അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവാണ്. ഒരുപാട് ആരോപണങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് കേസുകളിൽ മുഖ്യ കുറ്റാരോപിതനാണ് ഈ ഷാജഹാൻ ഷെയ്ഖ് എന്നുള്ളത്. പ്രധാനമായിട്ടും സന്ദേശ് ഖാലിയിലെ കാര്യം നമുക്കറിയാം. സന്ദേശ് ഖാലിയിൽ സ്ത്രീകളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നുള്ള വലിയ ഒരു ആരോപണം ഈ ഷാജഹാൻ ഷെയ്ഖിനെതിരെ ഉയർന്നിരുന്നു. ഈ ആരോപണത്തിലെ മുഖ്യ കുറ്റാരോപിതനാണ് ഷാജഹാൻ ഷെയ്ഖ്. ഒപ്പം റേഷൻ അഴിമതി കേസിലെ പ്രതി, അതുപോലെ തന്നെ ഭൂമി തട്ടിയെടുത്തു എന്ന ഒരു ആരോപണം ഈ ഷാജഹാൻ ഷെയ്ഖിനെതിരെയുണ്ട്. മറ്റൊരു കാര്യം, ഈ നോർത്ത് 24 പർഗനാസിലെ ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിയിൽ റേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട ED ഉദ്യോഗസ്ഥർ റെയ്ഡിനായിട്ട് എത്തിയപ്പോൾ അവരെ ആക്രമണം നടത്തി, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കൂട്ടം കുറേ പേർ ചേർന്ന് ഇയാളുടെ അനുയായികൾ എന്ന് പറയുന്നവരൊക്കെയാണ് ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇതിലും ഈ ഷാജഹാൻ ഷെയ്ഖ് കുറ്റാരോപിതനാണ്. അത്തരത്തിൽ ഒരുപാട് ആരോപണങ്ങളാണ് ഷാജഹാൻ ഷെയ്ഖിൻ്റെ പേരിലുള്ളത്. അതുപോലെ തന്നെ ഈ സന്ദേശ് ഖാലി വലിയൊരു സംഘർഷ ഭൂമിയായി മാറുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം ഭൂമി കയ്യേറ്റവും അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ തെരുവിലേക്കിറങ്ങി ഇയാളെ അറസ്റ്റ് ചെയ്യണം, നീതി ലഭിക്കണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് വലിയ രീതിയിൽ അവിടെ ഒരു പ്രതിഷേധം ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതിനൊക്കെ പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ ഷാജഹാൻ ഷെയ്ഖ് ഒളിവിൽ പോയത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 55 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 55 ദിവസം ഇയാൾ അറസ്റ്റിലായിരുന്നു എന്നാണ് ഇപ്പോൾ ഒളിവിലായിരുന്നു എന്നാണ് ഇപ്പോൾ വാർത്താ ഏജൻസികൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്.